സോ ഹലോ ഗൈസ്, ഇപ്പം നമ്മുടെ ഗ്യാങ് ഹൗസിൻ്റെ പണി നടക്കുന്ന ആ കോൺട്രാക്ടർ വിളിച്ചു. അവർ രാവിലെ തന്നെ പണി തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. നമ്മളവിടെ ചെന്ന് നമ്മളെല്ലാം കാണാൻ പോവാണ്. നമ്മുടെ ഫോൾഡറൊക്കെ കമ്പനിയിലുള്ള മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ട് പപ്പു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം കളറ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടേ ഉള്ളൂ. അത്രേ ഉള്ളൂ കമ്പനി. പിന്നെ ബാക്കി നമ്മൾ തന്നെ ചെയ്യാനാണ്. ഏതായാലും പപ്പു അതിൻ്റെ ബില്ല് ഇതുവരെ അയച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ബില്ല് എത്ര വരുമെന്ന് അറിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡിഫിക്കേഷനൊക്കെയാണ്. ഫ്രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കൊക്കെയാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് പണി നടക്കുന്ന അവിടം വരെ ഒന്ന് പോയിട്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് കമ്പനിയുടെ ബില്ല് നീ എത്ര അയച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും മെയ് 12-ന് മുമ്പ് എന്തായാലും പണി തീർക്കണം. അപ്പോൾ നമ്മൾ രണ്ട് ഇതായിട്ടാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് പിന്നെ ഗ്യാങ് ഹൗസ്. അങ്ങനെ പിന്നെ നമ്മുടെ ഗ്യാങ്ങിലേക്ക് ആൾക്കാരെ എടുക്കുന്നുണ്ട്. ഞാനൊരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു, കുറേ പേര് കമൻറ്റും ഇട്ടു. അവരെയൊക്കെ ചേർക്കുന്നതാണ്. പപ്പു ഏതായാലും വേൾഡ് ടൂർ പോയേക്കുവാണ്. അവൻ ഈ മെയ് 12-ന് മാത്രമേ വരുള്ളൂ, അതും നമ്മുടെ ഇനാഗ്രേഷൻ ഡേക്ക്. അപ്പോൾ അവനാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവൻ പെട്ടെന്ന് വേൾഡ് ടൂർ പോയി. ഇപ്പോൾ അവിടുത്തെ പണിയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കും ഡൗട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെന്ന് നോക്കാമെന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഗേറ്റ് തൊട്ടാണ് കെയുടെ പണികളൊക്കെ തുടങ്ങാനിരിക്കുന്നത്. അപ്പോൾ ഈ ഗേറ്റ് തൊട്ട് കെയുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ താഴേക്ക് പോയി നമ്മൾ ആദ്യം നേരെ ചെന്നെത്തുന്ന ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പണി അത്യാവശ്യം തീരാറായതാണ്. ഇനി കുറച്ച് കസാരയും മേശയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഗൈസ്, നമുക്ക് ഏതായാലും ചെന്ന് നോക്കാം അവർ പണിയെടുക്കുന്നുണ്ടോയെന്ന്. പപ്പു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെയ് 12 വരെ നമ്മൾ തന്നെ എല്ലാം നോക്കണം. അപ്പോൾ നമ്മൾ ചെല്ലുമ്പം തന്നെ കാണുന്നത് എല്ലാവരും പുറത്തൊക്കെ നിൽപ്പുണ്ട്. പണിയെടുക്കുന്നുണ്ടോ എന്നറിയില്ല. കോൺട്രാക്ടറെ എല്ലാം പുറത്ത് നിൽപ്പുണ്ട്. നമുക്ക് ഏതായാലും വണ്ടി ഈ സൈഡിലേക്കൊന്ന് പാർക്കാക്കാം. നമ്മൾ ഈ വണ്ടിയിൽ ഇനി കുറച്ച് പരിപാടി കൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ പേരൊക്കെ എഴുതണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അത് നമ്മൾ കമ്പനിയിൽ നിന്ന് ചെയ്യത്തില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ പുറത്തുനിന്ന് ചെയ്യിപ്പിക്കണം. ഗൈസ്, നമുക്ക് നേരെ പോയി കോൺട്രാക്ടറോട് എല്ലാം കാര്യം ചോദിക്കാം. ഏതായാലും ഗൈസ്, രാവിലെ തന്നെ എല്ലാവരും പുറത്തിറങ്ങി നിൽപ്പുണ്ട്. പണി എടുക്കുന്നുണ്ടോയെന്നറിയില്ല. ഹലോ, എങ്ങനെയുണ്ട്? പണിയൊക്കെ തീർന്നാ? പണിയൊക്കെ ഇനി ഇച്ചിരി കൂടെ ഉണ്ട്. മെയ് 12-ന് മുമ്പ് എന്തായാലും തീർക്കും. ഇനി അടയ്ക്കാൻ ബില്ല് വല്ലതും ഉണ്ടോ? സിമെൻറ്റ് കൊണ്ടുവന്നതിൻ്റെ അങ്ങനെ എന്തെങ്കിലും? ചായം കടിയായിട്ടൊരു 25,000 രൂപ അടയ്ക്കാനുണ്ട്. ചായക്കും കടിക്ക് 25,000 രൂപയെ? അത് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പിസയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഒരുത്തിനൂടെ പണിതുകൊണ്ടിരുന്നപ്പം തേനീച്ച കടിച്ച് അവനെ ആശുപത്രി കൊണ്ടുപോയി വക 10,000 രൂപ. ഇനി അതിനുള്ള മരുന്ന് റെയർ ആയിട്ട് ഡെഫർട്ടി മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നു, പക്ഷെ കിട്ടിയില്ല. ചെലവ് 5,000 രൂപ. ഇച്ചിരി ലോജിക്കുള്ള കണക്കെങ്കിലും പറടാ. അപ്പോൾ നമുക്ക് ഏതായാലും കയറി നോക്കാം. കയറുമ്പം തന്നെ കെ എന്ന് ഈ വലിയ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ 2 പേര് പണിയുന്നുണ്ട്. പിന്നെ സൈഡിൽ കോലീഡർ. ഒരുത്തൻ തന്നെ ഫോണിൽ പണിയാന്ന് തോന്നുന്നു. ഫോണിൻ്റെ അവിടെ എന്തോ വലിയ പണിയാന്ന് തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിൽ തന്നെ, ഇപ്പുറത്തെ സൈഡിൽ ലീഡറിൻ്റെ ഒരു വലിയ റൂമാണ്. അവിടെ ഒരുത്തൻ പണിയുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാം. ഇത് അത്യാവശ്യം വലിയ റൂമാട്ടോ. നമ്മുടെ ലീഡറിൻ്റെ റൂം അത്യാവശ്യം വലിയ റൂമാണ്. അതുതന്നെ മുകളിൽ മഞ്ഞേ. ഇവർ പണി ഫുള്ള് തീർത്തിട്ടില്ല. മെയ് 12-ന് മുമ്പ് ഇവരാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പുറത്തന്നെ കമാൻഡറിൻ്റെ റൂമാണിത്. ഇനി ഓഫീസുകൾ വരാനുണ്ടെന്നാണ് പറയുന്നത്. ഏതായാലും മേളിലും 2 റൂമൊക്കെ പണിത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് മേളിൽ പോയി നോക്കാം. ഏതായാലും വന്നല്ലേ, നമുക്ക് ലീഡറിൻ്റെ റൂമും കൂടെ കയറി നോക്കിയിട്ട് പോകാം. എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് കാണാനുണ്ട്. ഇതിനിടെ കമ്പ്യൂട്ടർ ഏറി നിൽക്കുന്നു. ഇവരെന്താടാ ഈ ചെയ്തു വെച്ചേക്കുന്നത്? കുഴപ്പമില്ല, മേശയൊക്കെ പിന്നെ വരാനുള്ളതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് ആ സൈഡും കൂടെ ഏതായാലും കയറി നോക്കാം. ഇവിടെയാണ് ഇനി ഒരു 4 ഓഫീസും കൂടെ ഇവിടെ വരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിനുള്ള പണി തീരുന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് മേളത്തെയും കൂടെ ഒന്ന് കയറി നോക്കാം. ഫുഡ് കഴിച്ചോ? ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാനാണല്ലോ ഞാൻ പൈസ കൊടുക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു ചെറിയൊരു വിഷമം. ഒരു സ്റ്റെപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൈഡിൽ വിടവൊക്കെ. ഇവന്മാർക്കൊരു ഫിനിഷിങ് ഇല്ല. എൻ്റെ മോനെ, മീറ്റിംഗ് റൂം സീനാ. ഫോഗൊക്കെ വന്നപ്പോഴത്തേക്കും. അല്ല, അപ്പോൾ ആ സൈഡ് അടയ്ക്കുന്നില്ലേ? ഇതന്നെ, ഇത് കടയാന്ന് തോന്നുന്നു. അപ്പോൾ കടയ്ക്കകത്ത് ആളൊന്നുമില്ല നമുക്കൊന്ന് ഓർഡർ ചെയ്യാൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട തന്നെയാണ്. എൻ്റെ റൂം എവിടെയാടാ? വലത്തോട്ട് നേരെ പോയാൽ. പക്ഷേ ഏതായാലും ലീഡറിൻ്റെയും ലീഡറിൻ്റെയും എല്ലാവരുടെ റൂമൊക്കെ സീനായതുകൊണ്ട് നമ്മുടെ റൂമും ഇച്ചിരി സീനായിരിക്കും. നമുക്ക് ഏതായാലും ഒന്ന് കയറി നോക്കാം. ഫൗണ്ടർ, ഇതാണ് നമ്മുടെ റൂം. ലെസ്റ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നൈസ്. ഇങ്ങോട്ടേക്ക് സാധനമൊന്നും എത്തിയിട്ടില്ല. ആകെ ഒരു ടേബിൾ, ഒരു കസേരയും മാത്രമേ ഉണ്ട് ഇവിടെ. അധികം വലിയ റൂമാട്ടോ, കുഴപ്പമില്ല. എനിക്ക് നേരെ മീറ്റിങ്ങിലേക്ക് കയറാനുള്ളതും ഇതൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് മീറ്റിംഗ് റൂം കയറി നോക്കാം. ഇത് ഭയങ്കര വലിയ ഏരിയ കേട്ടോ. നമുക്ക് മീറ്റിംഗ് റൂമിന് എല്ലാവർക്കും വളരെ തിങ്ങിക്കൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും നല്ല സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും സ്റ്റേജിലേക്കൊന്ന് കയറാം.
ഗൈസ് സ്റ്റേജിൽ നിന്നുള്ള വ്യൂ സീനാട്ടോ. നമുക്ക് എന്തെങ്കിലും മീറ്റിംഗ് അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിച്ചു കൂട്ടി നമുക്ക് പറയാം. ഇതിനത് മൈക്ക് സ്റ്റാൻഡാണോ? ഇത് എന്നെക്കാളും വലിയ മൈക്ക് സ്റ്റാൻഡാണല്ലോ. പോട്ടെ, നമുക്ക് നേരെ എന്ന് പറഞ്ഞാൽ പോലെ എന്തായാലും മീറ്റിംഗ് റൂം ആട്ടോ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സീനാട്ടോ. നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നൈസ്. ഏതായാലും നമ്മുടെ ഗ്യാങ് ഹൗസിൻ്റെ പണിയും കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടെയും കൂടെ കയറാം. ഗ്യാങ് ഹൗസിൻ്റെ പണി എത്രയായി? അത് നമ്മൾ അടിത്തറ പാകിയിട്ടേ ഉള്ളൂ, ഇനി വേണം കെട്ടിപ്പൊക്കാൻ. ഗൈസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും മെയ് 12 മുമ്പ് പണി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പു ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അലമ്പി ഉമ്മാർ കാണിക്കുന്നത്. പപ്പു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മാർ ഇങ്ങനെ ഒന്നും കാണിക്കില്ല. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഗ്യാങ് ഹൗസിൻ്റെ അവിടെയും കൂടെ കയറാം. ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് ഇട്ടേക്കുവാണല്ലേ. കടലിൻ്റെ നടുക്ക സംഭവം. നമ്മുടെ ഗ്യാങ് ഹൗസ് കടലിൻ്റെ നടുക്കാൻ തോന്നുന്നു. മോനെ, ഇത് ഇത്രയും വലിയ ഏരിയ ആണല്ലേ. പാർക്കിങ്ങും എല്ലാം കൂടെ വരാനില്ല. അപ്പോഴത്തേക്ക് ഇത്ര ഏരിയയുടെ ആവശ്യമുണ്ട്. സ്പേസ് വേണ്ടതുകൊണ്ട് ഇത്ര ഏരിയ ആവശ്യമാണ്. ഏരിയ കൂടിയ ഇല്ല. അപ്പോൾ ഗൈസ് ഇത് കെ ഗ്യാങ്ങിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൗസാണ് നിങ്ങളിപ്പം കണ്ടത്. അപ്പോൾ ഇതിലേക്ക് മെമ്പേഴ്സിന് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റോ ചേരണമെന്ന് കമൻറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ മെയ് 12 ലോഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഹെഡ് ക്വാർട്ടേഴ്സും ഹൗസൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഒന്ന് ചെയ്തത്. അപ്പം ശരി, ബൈ.